ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അങ്ങനെ എളുപ്പത്തിലൊന്നും ശാരദാമ്മയെ പരാജയപ്പെടുത്താനാവില്ല. എന്റെ സാറേ, കുറച്ചു മുമ്പേ എന്നെ സാറ് മഹാഭാരതത്തിലെ വിതുരരാക്കിയെങ്കിലും ശരിക്കും ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് ശകുനിയുടെ ബുദ്ധിയാണ്. ശകുനിയോ? ശാരദാമ്മയുടെ എല്ലാ കഴിവുകൾക്കും പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന കയ്യാ ശാന്തയുടേത്. അപ്പോ മത്സരം ആരംഭിക്കാൻ പോകുന്നു. 5 4 3 2 ഇത് നിന്റെ കളക്ടർ ഓഫീസ് അല്ല ഇങ്ങനെ അധികാരം കാണിക്കാൻ. നിന്റെയൊക്കെ നിലവാരം വെച്ചേ കളക്ടർ നിന്റെയൊക്കെ കൂടെ മത്സരത്തിൽ പങ്കെടുക്കാൻ വരുന്നത് തന്നെ നിന്റെ ഒരു ഭാഗ്യമായിട്ട് കണ്ടാ മതി. ഈ മുൻജന്മ സുഹൃതം. നീ ഇവിടെ മത്സരിച്ചോ, പക്ഷെ ജയിക്കുന്നതേ ഈ സുസ്മിതയായിരിക്കും. നിന്നെ ഇങ്ങനെ തകർക്കുന്നതേ നിന്റെ ഈ അതിരി വിട്ട ആത്മവിശ്വാസ. അതെന്ന് അവസാനിക്കുന്നോ അന്ന് നീ രക്ഷപ്പെടും. ഉണ്ണം പാളിയില്ലേ, ഞാൻ കണ്ട്. എന്റെ സുസു, ഇവിടെ വേണ്ടത് കയ്യാങ്കളിയല്ല, ബുദ്ധിയാണ്. ശക്തിക്ക് 2ാം സ്ഥാനമുള്ളൂ, അതൊന്നും മനസ്സിലാക്ക്. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. പോടാ അവിടുന്ന്. ഇവള് നന്നാവത്തില്ല. നിന്റെ കുഞ്ഞേച്ചിക്കൊരൽപ്പം എല്ലുമൂപ്പുണ്ട്. അത് പക്ഷെ എന്റെ അടുത്ത് എടുക്കരുതെന്നൊന്ന് പറഞ്ഞേക്ക്. സുസ്മിത ശരിക്കും അവൾക്ക് അറിയില്ല. നന്നായിട്ടറിയാം. അതുകൊണ്ടാ നിന്റെ ഒരടവും കുഞ്ഞിച്ചിലെടുത്ത് ഫലിക്കാത്ത. ടീ, നിന്റെ നാവാട്ടം നിർത്തിക്കോ. നിന്റെ കൊച്ചന്റെ കൈവെള്ളയിലാണെന്നുള്ള കാര്യം നീ മറക്കണ്ട. നോക്കി നിൽക്കാതെ സഹായിക്കടി. ഇതിപ്പം സുസ്മിത രണ്ടും കൽപ്പിച്ചാ വന്നിരിക്കുന്നത്. ജയിക്കാൻ വേണ്ടി അവള് പല അടവുകളും എടുക്കും. എന്ത് തരം താണ പരിപാടിയും കാണിക്കും. ശ്യാമയെ കൂടെ നിർത്തിയിരിക്കുന്ന അതിന് തന്നെയാ. വരട്ടെ, എന്താ നടക്കാൻ പോകുന്നത് നമുക്ക് കാണാലോ. എടോ, താനിപ്പോ ആരാന്നറിയോ? ഇത് അല്ല കളി. ഞാൻ രമണൻ പിള്ളയല്ലേ. ഇത്രയും നേരം സംസാരിച്ചിരുന്ന എന്നെ ഇത്ര പെട്ടെന്ന് പറഞ്ഞു. എടോ, അതല്ലടോ, ഈ സിറ്റുവേഷൻ അനുസരിച്ചേ താനിപ്പോ ആരാന്നറിയോ? എടോ, ആരാന്നറിയോന്നാ ചോദിച്ചേ. എടോ, താനിപ്പം വിതുരരാണോ? വിതുരരോ? എടോ, മഹാഭാരതത്തിൽ നടക്കുമ്പോഴേ യുദ്ധഭൂമിയിൽ എന്ത് നടക്കുമെന്നറിയാതെ അസ്വസ്ഥനായ ധൃതരാഷ്ട്രർക്ക് വിതുരരാ യുദ്ധത്തിന്റെ സ്ഥിതിഗതികൾ ലൈവായി പറഞ്ഞു കൊടുത്തതേ. അതും കൃഷ്ണന്റെ സഹായത്തോടെയാ. ഇവിടെ ഇപ്പോ അവിടെ നടക്കുന്ന മത്സരവും മറ്റുവേ ശരിക്കും നമുക്ക് കുരുക്ഷേത്രത്തിൽ തന്നെ അല്ലേ? അത് ശരിയാ. യുദ്ധസമാനമായ മത്സരമാണ് അവിടെ നടക്കുന്നത്. മഹാഭാരത യുദ്ധത്തിലേ ധൃതരാഷ്ട്രയും വിതുരരെയും സഹായിച്ചത് കൃഷ്ണനാണെങ്കിലേ എന്നെ ഇവിടെ സഹായിക്കാൻ അവിടെ ആരെല്ലാം ഉണ്ടോന്നേ? താനൊന്ന് ഫോൺ ചെയ്ത് ചോദിക്കടോ. കാര്യങ്ങൾ അറിഞ്ഞിട്ട് ഒരു സ്വസ്ഥതയില്ല. അത് ആലോചിക്കാവുന്നതാണ്.
പിന്നെ ഇത്രയധികം ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ മത്സരത്തിൽ സത്യാമയെ ജയിക്കും. അതങ്ങനെയാണോ തനിക്ക് ഇത്ര ഉറപ്പിക്കാൻ പറ്റുന്നേ? എത്ര വർഷം നിൽക്കുന്നതേ ശാരദാമയാ. ഓർമ്മ വെച്ച കാലം മുതലേ അടുക്കളയിലും ചായക്കടയിലും ഒക്കെ വ്യത്യസ്തതരം ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കി തഴക്കവും പഴക്കവും വന്ന ആളാ. അങ്ങനെ എളുപ്പത്തിലൊന്നും ശാരദാമ്മയെ പരാജയപ്പെടുത്താനാവില്ല. എന്റെ സാറേ, കുറച്ചു മുമ്പേ എന്നെ സാറ് മഹാഭാരതത്തിലെ വിതുരരാക്കിയെങ്കിലും ശരിക്കും ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് ശകുനിയുടെ ബുദ്ധിയാ. ശകുനിയ? ശാരദാമ്മയുടെ എല്ലാ കഴിവുകൾക്കും പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന കയ്യാ ശാന്തയുടെ. ശാരദാമ്മയുടെ എല്ലാ തന്ത്രങ്ങളും അറിയാവുന്ന ആള്. അതുകൊണ്ടാ ശാന്തയെ ഞാൻ രണ്ടാമതും പോയി വിളിച്ചോണ്ട് വന്നത്. ഒരേ കളരിയിലുള്ളവർ തമ്മിൽ ഏറ്റുമുട്ടട്ടെ എന്ന്. എങ്ങനെയുണ്ട് സാറേ എന്റെ ബുദ്ധി? അതുകൊണ്ട് ഒരു സംശയവും വേണ്ട, ജയിക്കുന്നത് നമ്മൾ തന്നെ ആയിരിക്കും. എന്നാലും അതെ, അവിടുത്തെ കാര്യങ്ങൾ അറിയാഞ്ഞിട്ടേ ഒരു സമാധാനമില്ലടോ. താൻ ആരെന്ന് വെച്ചാൽ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കും. അതിപ്പോ സത്യാമ്മയോടും ശാന്തയോടും ഒന്നും ചോദിക്കാൻ പറ്റില്ല. പിന്നെയുള്ളത് പൊന്നിയും നൂറുമാണ്. അവരോട് ആരോടെങ്കിലും നമുക്ക് ചോദിക്കാം. അല്ല, ഇത്രയും ഓർമ്മക്കുറവുള്ള ആള് ഇത് ചികിത്സിക്കാൻ വേണ്ടി തന്നെയാണല്ലോ നമ്മൾ മത്സരത്തിൽ പങ്കെടുക്കുന്നത് തന്നെ. ഇതെങ്ങനെ കുരുക്ഷേത്ര യുദ്ധവും വിതുരരും വിതുരരുടെ ജ്ഞാനനിഷ്ഠയെ കുറിച്ച് ഓർക്കുന്നത്? അപ്പോ അതൊന്നും ഓർക്കാൻ കുഴപ്പമില്ലല്ലോ. എടോ ഇന്ന് ഈ ന്യൂസ് ചാനലിൽ കാണിക്കുന്ന ലൈവ് പ്രോഗ്രാം കണ്ടുപിടിച്ചത് തന്നെ ഈ കൃഷ്ണനും വിതുരരൊക്കെ ആടോ. ഇല്ലെങ്കിലേ ആ യുദ്ധം അത്രയും ലൈവായിട്ടേ ഹസ്തിനപുരത്തിനകത്തിരിക്കുന്ന അന്ധനായ ധൃതരാഷ്ട്രർക്ക് കാണാൻ പറ്റുമോ? അല്ല, ഇപ്പൊ തനിക്കൊരു കാര്യം മനസ്സിലായല്ലോ. ഇന്ന് കാണുന്നതെല്ലാം നമ്മുടെ പൂർവ്വയിലെ മുൻകൂട്ടി കാണിച്ചിരുന്നു. താനേ നമ്മുടെ മത്സരയില് ആരെങ്കിലും കിട്ടുമെന്ന് നോക്ക്. നമുക്ക് ലൈവായിട്ട് കാര്യങ്ങൾ അറിയാലോ. നോക്കടോ. ഞാനിവിടെ ഇരുന്ന് കുറച്ചു നേരത്തേക്ക് ധൃതരാഷ്ട്രോ ധൃതരാഷ്ട്രോ